من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ആദരണീയരായ കാവന്നൂർ മണ്ഡലം KNM സെക്രട്ടറി KV അബ്ദുൽ സാഹിബ്, എംജിഎമ്മിന്റെ മണ്ഡലം ഭാരവാഹികളെ, യൂണിറ്റുകളിൽ നിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എത്തിയിരിക്കുന്ന സഹോദരികളെ, വിദ്യാർത്ഥികൾ, ഞായറാഴ്ച ആകുമ്പോഴേ ചിക്കൻ ബിരിയാണി ഒക്കെ തിന്നിട്ട് ഒരു ആലസ്യത്തിൽ എങ്ങനെ ഇരിക്കായിരുന്നു. അവ ലേറ്റും കൂടി ഇല്ലാഞ്ഞാലേ ഉറങ്ങും ചെയ്യും. ചിലപ്പോൾ ഉറങ്ങിയാലൊക്കെ അറിയില്ല. ഉറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല, ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, ഉണർന്നിരിക്കുന്നവർക്ക് ഉണർന്നിരിക്കുകയും ചെയ്യാം. ഉറങ്ങുകയാണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, റൈറ്റും ലെഫ്റ്റും ഇരിക്കണ രണ്ടാൾക്കാരോട് പറയണം ഞാനൊന്ന് ഉറങ്ങാൻ പോവുകയാണ്, ശല്യം ചെയ്യരുത് എന്നുള്ളത്. രണ്ടാമത്തത്, കൂർക്കം വലിക്കാൻ പാടില്ല. കാരണം കൂർക്കം വലിച്ചാൽ അതടുത്ത് സുഖമായി ഉറങ്ങുന്ന ആളുകൾക്ക് തടസ്സമായി മാറും. അപ്പൊ ഏതായാലും കുറഞ്ഞ ടൈമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഉറങ്ങാതെ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക്, ഇവിടെ PC-യും KV-യും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള ചില ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്പം വൈകിപ്പോയി, നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറപ്പെടുന്നതിനോട് വിളിച്ചു. അവർ ഇവിടെ വലിയൊരു പരിപാടി തുടങ്ങിയിട്ടില്ല, എത്ര ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പുറപ്പെട്ടു. ഏതായാലും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും പ്രയാസമില്ലാതെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞാൽ മറ്റൊരു മനോഹരമായ ക്ലാസ് കൂടി, സാഹിത്യ സലയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ എന്നുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കേണ്ട വിഷയം കരിയർ ഗൈഡൻസ് മോട്ടിവേഷനാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ എൻ്റെ ഉമ്മയുടെ സഹപ്രവർത്തകരടക്കമുള്ള പ്രായമുള്ള ഉമ്മമാരുണ്ട്, കുറച്ച് വിദ്യാർത്ഥിനികളുണ്ട്. ഈ കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ഒക്കെ പറയുമ്പോൾ താത്താര് ചിലപ്പോൾ ഇത് എന്ത് വിഷമാണ് ഇപ്പൊ ഇയാൾ പറയാൻ പോണത് എന്ന് ആലോചിക്കും. ഇത് കൈവശോ അല്ലെങ്കിൽ വേറെന്തോ ഒന്നുമല്ല, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട അനിവാര്യമായ കുറച്ച് കാര്യങ്ങൾ. അത് എഡ്യൂക്കേറ്റഡ് ആയ വലിയ വിദ്യാഭ്യാസ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കേണ്ട സംഗതികളല്ല. നമ്മളും ഇതിനെക്കുറിച്ച് ഒരല്പം അവബോധമുള്ളവരായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് MGM-ന്റെ ഭാരവാഹികൾ ഉമ്മമാരെ കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അപ്പൊ ഇതിൽ ഉമ്മമാരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥിനികളൊന്ന് കൈവെക്കുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ടെന്ന് അറിയാം, ഒന്ന് കൈവെക്കുക. വിദ്യാർത്ഥിനികൾ എല്ലാവരും കൈവെക്കുക. ഏതെങ്കിലും കോഴ്സിൽ പഠിക്കുന്ന എല്ലാവരും കൈവെക്കുക. 2, 4, 6, 8, 10, 12, 14, 15 പേര് വിദ്യാർത്ഥി. ഓക്കെ, ബാക്കിയുള്ളവർ രക്ഷിതാക്കളായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കരിയറിനെ കുറിച്ചുള്ള ഒരു ബോധം, അത് ഞാൻ പറഞ്ഞു, മക്കൾക്കും വേണം, ഉമ്മാർക്കും വേണം. ഉമ്മാർക്ക് ഇപ്പൊ എന്തിനായി ബോധം? ഓലല്ലേ പഠിക്കണം, ഓലാണ്ട് പഠിച്ച് എത്രയിടത്തേക്കാണ്ട് എത്തിയാൽ പോരെ. ഓലാണ് പഠിക്കുന്നത് എങ്കിലും അവർക്ക് പഠിക്കുവാനുള്ള ഒരു എൻവയൺമെന്റ് എന്ന് പറയും, പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്. ചില അരി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് താത്താരി പറയും, ഇതേ പത്തിരിപ്പൊടി എനിക്ക് പറ്റൂല മോളെ, ഇത് കഞ്ഞി വെച്ചു, ഇതല്ലെങ്കിൽ ഇത് വേറെ, ഇത് നെയ്ച്ചോറ്റിനെടുത്തോ, ഇത് പത്തിരി ഉണ്ടാക്കാൻ ഈ അരി പറ്റൂല എന്ന് പറയും. ഓരോ അരി ഓരോ ടൈപ്പാണ്. ചില പിലാവുമത്തെ ചക്ക നമ്മൾ പഴുപ്പിക്കൂല, എന്താ ചെയ്യാ, കൂട്ടാൻ വെക്കാന് ഉഷാറാണെന്ന് പറയും അല്ലേ. എന്നാൽ ചിലതോ ഇതച്ച് കൂട്ടാൻ വെച്ചാൽ ഇത് പഴുപ്പിച്ച എന്തോ ഒരു രസമാണ്. അപ്പോ ഓരോന്നിനും ഓരോ രീതിയുണ്ട്, ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടത് ഓരോന്നിനു വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്മാനം, ഈ ദുനിയാവില് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ദാനം,
ഹിദായത്ത് നമ്മൾ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ സന്താനങ്ങളാണ്. ഇത് എന്താണ് സാധനം? ഇതിനെ എന്തിനാണ് പറ്റുക? സാധാരണ പറയാറുണ്ട്, ഓരോ വ്യക്തിക്കും ഈ ദുനിയാവിൽ ഓരോ നിയോഗമുണ്ട്, ഓരോ ദൗത്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? എന്റെ ദൗത്യം എന്താണ്? എന്റെ നിയോഗം എന്താണ്? എന്റെ മക്കളെ എന്തിനാണ് പറ്റുക? അവരെ ഏത് ലെവലിലേക്കാണ് ഞാൻ എത്തിക്കേണ്ടത്? നല്ല ഫുഡ് കൊടുത്താൽ നല്ല കുക്കാവും, നല്ല ഡ്രസ്സ് കൊടുത്താൽ നല്ല ടൈലർ ആവും. നല്ല പാരന്റ് ആവണമെങ്കിൽ, നല്ല രക്ഷിതാവാവണമെങ്കിൽ മക്കൾക്ക് നല്ല പാരന്റിങ് കൊടുക്കണം, ഒരു നല്ല രക്ഷാകർത്താവായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് സ്റ്റെപ്പാണ് നോ യുവർ ചൈൽഡ്. അതിന്റെ അർത്ഥം, നിങ്ങളുടെ കുഞ്ഞ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അരി പിടിച്ചിട്ട് ഇതെന്തിനാണ് പറ്റുക എന്ന് പറയുന്നത് പോലെ, ഈ ചക്ക ടേസ്റ്റ് നോക്കിയിട്ട് ഇത് കൂട്ടാൻ വെക്കാനാണോ പഴുപ്പിക്കാനാണോ പറ്റുക എന്ന് മനസ്സിലാക്കുന്നത് പോലെ, അള്ളാഹു നമ്മുടെ കൈകളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഴച്ച മാവ്, ഈ മാവിനെ നമുക്ക് വേണമെങ്കിൽ സമൂസയാക്കി മാറ്റാം, പഴംപൊരിയാക്കി മാറ്റാം, ബോണ്ടയാക്കി മാറ്റാം. ചില മാവ് പൊറാട്ടക്കാണ് പറ്റുക. എങ്കിൽ എന്റെ മക്കളെ എന്തിനാണ് പറ്റുക? എന്താണ് അവളുടെ സ്കില്ല്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഓരോ കുട്ടിക്കും ഓരോ ടൈപ്പ് ബുദ്ധിയാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നത്, ബുദ്ധിയുള്ള കുട്ടി, ബുദ്ധിയില്ലാത്ത കുട്ടി. എനിക്ക് 3 ഉണ്ട്, ഒന്ന് പേടാണ്. പണ്ട് എന്റെ നാട്ടിൽ നിന്ന് ഒരു കാക്ക എന്നോട് പറഞ്ഞതാണ്, എനിക്ക് 3 ഉണ്ട്, ഒന്ന് പേടാണ്. നമുക്ക് മനസ്സിലാക്കണം അതിന്റെ ഉദ്ദേശം എന്നുള്ളത്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വേർഡാണത് പേട്. പേട് നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടികൾക്ക് മനസ്സിലായോ? മോള് ഏതിലാ പഠിക്കുന്നത്? ഏതിലാ പഠിക്കുന്നത്? ഡിഗ്രിക്ക? എന്താ പേട് കാരണം? അറിയെങ്കിൽ പറഞ്ഞാ, അറിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പേട് കാരണം മോൾക്ക് എന്താ മനസ്സിലായോ? എന്താ മോശം. വേറൊരു വിദ്യ മോള് പഠിക്കാണോ? ഉണ്ടാവുക മോള് പഠിക്കാണോ? എന്താ പേടി പറഞ്ഞാൽ? പേടി ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒന്നും അല്ല. അറിയില്ലെങ്കിൽ അറിയില്ല. അറിയാം. മോള് കേട് എന്ന് പറഞ്ഞു, നിനക്ക് എന്താ മനസ്സിലായത്? മറ്റുള്ളവർ അത്ര ശരിയാവല്ലേ. ഇനി ഒരു ഉമ്മ പറയട്ടെ, നമുക്ക് മനസ്സിലായി, അതൊക്കെ എന്താ പേടി? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേടി പേടി പേടി. എന്താ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പേടി പറഞ്ഞ എന്താ? അത് എന്താ സാധനം? എന്താ എന്താ പറഞ്ഞത്? തേങ്ങയാണ് സാധനം. പേടി പറഞ്ഞ തേങ്ങയിൽ നിന്ന് കൊള്ളാം. ഇതൊരു അറിവില്ലായ്മയൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്. അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. കോട്ടയത്ത് പോയി ചോദിച്ചത് എന്തായാലും കിട്ടൂല. നമ്മുടെ നാട്ടിലെ പ്രയോഗം ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് എന്റെ ക്ലാസ്സിന്റെ രീതി ഇങ്ങനെയാണ്. കുറച്ച് ആൾക്കാർ ഉറങ്ങാൻ വിടുക, ബാക്കിയുള്ളവർ സംസാരിക്കാൻ. കുറച്ച് മഞ്ചും കൂടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഉത്തരം പറഞ്ഞവർക്ക് കൊടുക്കാൻ. പക്ഷെ ഇതിപ്പോ മഞ്ചൊന്നും വാങ്ങിയിട്ടില്ല. എന്നാലും നിങ്ങൾ എന്റെ കൂടെ വേണം. ഞാൻ പറഞ്ഞത്, ഒരു ബുദ്ധി 4 കുട്ടികളുടെ അല്ലെങ്കിൽ 3 കുട്ടികളുടെ അതിലൊന്ന് മോശമാണ് എന്ന് നമ്മൾ പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. ഇന്ന് മോഡേൺ സൈക്കോളജി പറയുന്നത് അങ്ങനെ ബുദ്ധി ഇല്ലാത്ത ഒരു കുട്ടി ഇല്ല എന്നാണ്. എല്ലാ കുട്ടിക്കും ബുദ്ധിയുണ്ട്. 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഡോക്ടർ ഹവാർഡ് ഗാർഡർ തിയറി പറയുന്നത് 9 ടൈപ്പ് ബുദ്ധി എന്നാണ്. ഇന്ന് അത് 16ലേക്ക് എത്തി നിൽക്കുക. എന്ന് വെച്ചാൽ ചില കുട്ടികളെ എഞ്ചിനീയർ ആകാൻ പറ്റും, ചില കുട്ടികളെ നഴ്സ് ആകാൻ പറ്റും, വേറെ ചില കുട്ടികളെ ഡോക്ടർ ആകാൻ പറ്റും, ചില കുട്ടികളെ ടീച്ചർ ആകാൻ പറ്റും, ചില കുട്ടികളെ നന്നായി മണ്ണിൽ അധ്വാനിക്കാൻ പറ്റും. പണ്ട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ പേടി നിന്നു. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് പറ്റാത്ത ഒരു കുഞ്ഞിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടിനെ എന്തിനാ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതാണ് നോ യുവർ ചൈൽഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കൃത്യമായി മക്കളെ ഒബ്സർവ് ചെയ്യുക, നന്നായി മക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നിപ്പോ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന SLC കഴിഞ്ഞ കാലത്ത് ഒരു 10 ടൈപ്പ് ജോബാണ് ഉണ്ടായിരുന്നത്.
പിന്നെ എന്ന് ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചറൊക്കെ പറഞ്ഞ 8 10 ടൈപ്പ്. അതിനെ കുറിച്ചാണ് കരിയർ ഗൈഡൻസ് പറയാം. ഇന്ന് 100,000 ജോലി സാധ്യതകളുണ്ട്. 1 2 10 അല്ല, എത്രയോ ടൈപ്പ്. ഇപ്പോ പിന്നെ നമ്മള് 10th കഴിഞ്ഞിട്ട് +2 അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് 37 ഏതെങ്കിലും ഒരു ഓപ്ഷൻ അടിക്കാം. 37 ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സയൻസിന്റെ കൂടെ, മാത്സിന്റെ കൂടെ, ഇംഗ്ലീഷിന്റെ കൂടെ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ പണ്ട് പല ടൈപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ ഓരോ കുട്ടിയുടെയും ബുദ്ധി ഏതാണോ, ആ കുട്ടിനെ എന്തിനാണോ പറ്റുക എന്നുള്ളത് ഉമ്മമാര് ഉപ്പമാര് പഠിച്ചിട്ട് മോളെ ഇപ്പൊ ചില രക്ഷിതാക്കളുള്ള സംസാരം ഉണ്ടാവും. എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് ഓളിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തോ ഒരു കാഴ്ചപ്പാടാ ഓൾക്ക് ആ കാര്യത്തില്. എന്നാ പുസ്തകമായിട്ട് ഇരുന്നാൽ ഓക്ക് യാതൊരു അന്തും കുന്തുമില്ല. അപ്പൊ അവളെ SSLC കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഏത് റൂട്ടിൽ വിടേണ്ടതാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒബ്സർവേഷന്റെ റിസൾട്ട് ആണ് ഉമ്മ പറഞ്ഞത്. ചില മക്കൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും കുത്തി കഴിക്കാനും അതിനേക്കാൾ മനോഹരമായി റീക്രിയേറ്റ് ചെയ്യാനും ഉഷാറാണ്. ആ കുട്ടിനെ ഏത് ഫീൽഡിലേക്ക് വിടണം? ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ കിച്ചണിലെ കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആയിരിക്കും. കറി എടുത്തിട്ട് ഇപ്പൊ നമ്മളെ ചില ഉപ്പാർക്കും പിന്നെ ആളുകൾക്കൊന്നും പിന്നെ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉപ്പിട്ടില്ലെങ്കിൽ എന്നുള്ളത് കരുതി പറയുമ്പോഴാണ് ചിലർക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ചില മക്കളുണ്ട് ഒരു ലേശം എടുത്ത് നാമലിച്ച് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എന്താ അന്നത്തെ കറി ശരിയായിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. അവർക്ക് ഇന്നിപ്പോ സ്റ്റെഫ്, പണ്ടൊക്കെ നമ്മുടെ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ആൾക്കുള്ള ജോലിയായിരുന്നു. ഇന്ന് കോഴിക്കോട് ഒരു സൂപ്പർ ഹോട്ടലുള്ള പിന്നെ സ്റ്റെഫിനുള്ള സാധനത്തെ നിങ്ങൾക്ക് അറിയോ? 1.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയ ഒരു കുട്ടിക്ക് കിട്ടുന്ന സാലറിയാണ് ഈ പറഞ്ഞത്. പണ്ടൊന്നും നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത സാലറി. ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യത്യസ്തമായ ഏരിയകളിലേക്ക് കരിയർ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നിപ്പോ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട, ജോലിക്ക് വിടണ്ട എന്നൊന്നും അഭിപ്രായക്കാർ അധികം ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ വീട്ടിന്റെ സാഹചര്യം സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, ആൺകുട്ടികളെ കുറിച്ചായാലും പെൺകുട്ടികളെ കുറിച്ചായാലും രക്ഷിതാക്കൾക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പത്രത്തിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു മോളുണ്ടായിരുന്നു. എന്താണ് ജുമാന മറിയം, അല്ല മറിയം ജുമാന അല്ലെ, നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന ഇവിടെ പിന്നെ മഞ്ചേരി പരിസരത്തിനുള്ള ഒരു ഉസ്താദിന്റെ മോള് പൈലറ്റ് ആയിട്ട് അതിന്റെ പ്രൈമറി സ്റ്റെപ്സ് ഒക്കെ പൂർത്തിയാക്കി. ഇപ്പോ അതിനുശേഷം ഒരാഴ്ചന്റെ ഇങ്ങോട്ട് ഏത് ക്ലാസ്സിന് ചെന്നിട്ട് എന്താണ് മോനെ നിനക്കാവേണ്ടത്, എന്താണ് മോനെ നിനക്കാവേണ്ടത് ചോദിച്ചാൽ പകുതി കുട്ടികളും കൈയൊന്നിച്ചിട്ട് പറയാ എനിക്ക് പൈലറ്റ് ആയാൽ മതി. മുഹമ്മദ് അലി ഷിഹാബ് എന്ന് പറയുന്ന എടവണ്ണപ്പാറക്കാരൻ ഒരു IAS നിങ്ങൾ കേട്ടുമോ എനിക്കറിയില്ല. മുഹമ്മദ് അലി ഷിഹാബ് IAS വിരലറ്റം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഥറാണ്. ഉപ്പ ഇല്ലാതെ ഉമ്മ ഇവനെ മുക്കം ഓർഫനേജ് കൊണ്ടുപോയി ചേർത്തി. പഠിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കര പിന്നെ കോൺസെൻട്രേഷൻ ആണ്, നന്നായി പഠിക്കും. മോശമില്ലാത്ത രീതിയിൽ ജമീല ടീച്ചർ നന്നായി ശ്രദ്ധിച്ച് SLC ഒക്കെ നല്ല രീതിയിൽ പാസ്സായി. അങ്ങനെ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, TTC എടുത്തിട്ട് ടീച്ചറായി. പക്ഷെ ഇവന് മാഷായി. പക്ഷെ ഇവന് പോരാ, പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. നാട്ടുകാര് പിരിവിട്ടിട്ടാണ് ഡൽഹി കൊണ്ടുപോയാക്കിയത്. അങ്ങനെ ഡൽഹി കൊണ്ടുപോയി പഠിച്ചു. ഇന്ന് പിന്നെ നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു സെക്ടറിലെ സിവിൽ സർവന്റ് അഥവാ കളക്ടറാണ് ആര്? മുഹമ്മദ് അലി ഷിഹാബ്. ഈ ഷിഹാബ് ഇറങ്ങിയ കാലത്ത്, വിരലത്തുള്ള പുസ്തകം ഇറങ്ങിയ കാലത്ത് കുട്ടികൾക്കൊക്കെ ഉള്ള ആഗ്രഹം കളക്ടർ ആവുക എന്നുള്ളതായിരുന്നു, IAS. ഇന്ന് ഒരുപാട് കുട്ടികൾ പറയും. ഞാൻ പറഞ്ഞു അതൊന്നും അസാധ്യമല്ല. പക്ഷെ ഏതെങ്കിലും ഒരു സാധനങ്ങൾ കേൾക്കുമ്പോൾ തൽക്കാലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആവേശമല്ല ആ കുട്ടിയുടെ യഥാർത്ഥ പാഷൻ എന്ന് പറയുന്നത്. അത് താൽക്കാലിക. ചില കുട്ടികളോടൊക്കെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ചിത്രത്തിലോ ഫിലിമിലോ അവൻ ഒരു പോലീസുകാരനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ഓന്റെ മാതിരി ഒരു പോലീസുകാരനാവണം. അങ്ങനെ ഒരു പട്ടാളത്തിന്റെ കഥ കേട്ടിട്ടുണ്ടാവും, അപ്പൊ ഒരു പട്ടാളക്കാരനാവണം. അങ്ങനെ താൽക്കാലികമായി തോന്നുന്ന ഒന്നല്ല, മറിച്ച് ആ കുട്ടികളെ, നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചത്. 100,000 അല്ലെങ്കിൽ 700 കോടി മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടായിട്ട് ഈ കുട്ടിനെ എന്തുകൊണ്ട് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചു? അതിനൊരു ഉത്തരവുണ്ട്. അത് നമുക്ക് കൃത്യമായി പൂർത്തിയാക്കി കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്താൽ അതൊരു താൽക്കാലികമായ മോട്ടിവേഷനാണ്.
ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയും, ചില സ്കൂളുകളിലൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്ലസ് ടുക്കാർക്കൊക്കെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയെ എന്താടാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ തീരുമാനിച്ചേ? ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചെന്ന് പറയും ഭയങ്കര ആവേശത്തിന്. അപ്പൊ ഉമ്മ എനിക്കറിയാം, കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്, എന്റെ ആവേശം എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് ശരിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നം മാത്രമാണ്. പക്ഷെ അത് പോരാ. ഉമ്മമാർക്ക് കുട്ടികളെ കൃത്യമായി നിരീക്ഷിച്ച് അവരെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക എന്ന തെർബിയത്ത് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ കോഴിമുട്ടക്ക് 2 രീതിയിൽ പൊട്ടാൻ പറ്റും. കോഴിമുട്ട ഒന്ന് നമ്മൾ സ്പൂൺ എടുത്തിട്ട് പൊട്ടിക്കും, 2 മുട്ട പൊട്ടിച്ചാൽ ഒരു ബുൾസൈ ഉണ്ടാവും. മനസ്സിലായി? എന്നാൽ ആ കോഴിമുട്ട ഉള്ളിൽ നിന്നുള്ള ഒരു കരുത്ത് കൊണ്ട് പൊട്ടും. അപ്പോഴോ അവിടെ ഒരു പുതിയ കോഴിക്കുഞ്ഞ് പിറക്കും, ഒരു പുതിയ ജീവൻ പിറക്കും. നമ്മുടെ മക്കളുടെ ഉള്ളിൽ എന്ത് വേണം? ഈ ഒരു ആഗ്രഹം വേണം. അതുണ്ടാക്കാൻ സാധിക്കുക ഇന്നെ പോലത്തെ സംസാരിക്കുന്ന ആളുകൾക്കല്ല, മറിച്ച് ആ കുട്ടിയെ തല്ലിയും തലോടിയും സ്നേഹിച്ചും ഉമ്മ വെച്ചും ലാലിച്ചും മടിയിൽ വെച്ചും വളർത്തുന്ന നിങ്ങളാകുന്ന ഉമ്മമാർക്കാണ്. മനസ്സിലാകുന്നല്ലോ ഞാൻ പറയുന്നത്? നിങ്ങൾക്കാണ് സാധിക്കുക. നിങ്ങളാണ് ആ മക്കൾക്ക് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള മോട്ടിവേഷൻ ആയി മാറേണ്ടത്. ഇപ്പോ ഇതില് കുറെ കുട്ടികൾ, ഓരോ കുട്ടി ആലോചിക്കേണ്ടത്, ഓരോ ഉമ്മ ആലോചിക്കേണ്ടത്, ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു എന്ന് പറയും. നിങ്ങൾക്ക് ഈ ലോകത്ത് ആകാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങളായി മാറണം. ഞാനും നിങ്ങളുമായി മാറണം. നമ്മൾക്ക് ആകാൻ പറ്റുന്നതിന്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതിന് ഉമ്മമാരും കുറച്ചൊക്കെ ജീവിതത്തിൽ ഇതൊരു ഇൻസ്പിറേഷനായി സ്വീകരിക്കണം. ഇപ്പൊ മിക്കവാറും പാരന്റ് മീറ്റിങ്ങിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉമ്മമാര് മക്കളോട് പറയാൻ കാര്യം, വീട്ടിൽ നിന്നൊക്കെ സാധാരണ കേൾക്കുന്ന സംസാരം, ഞാനോ ഇങ്ങനെയായി ചെങ്കിലും ഒന്ന് പഠിച്ച് ബാക്കി പറ, ഞാനോ ഇങ്ങനെയായി ചെങ്കിലും ഒന്ന് പഠിച്ച് നല്ല നന്നാകാൻ നോക്ക്. ഇത് പറയാത്ത ഏതെങ്കിലും ഉമ്മാരി കൂട്ടത്തിലുണ്ടോ? ഒരിക്കലെങ്കിലും ഈ ഡയലോഗ് മക്കളോട് പറയാത്ത, ആയിട്ടേ ഞാനോ ഇങ്ങനെയായി, ഇങ്ങനെ എന്റെ മാതിരി ഇങ്ങനെ വയന്ന് നടന്നോണ്ട് ഇതെങ്കിലും ഒന്ന്. ശരിക്കും ഒരു ഉമ്മ പറയേണ്ട എങ്ങനെയാ? മോളെ, ഞാനിതാ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്റെ മോൾക്കും അതിന് പറ്റണം എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കുക. നമ്മൾക്ക് എത്താൻ പറ്റുന്നതിന്റെ ഒരു മാക്സിമം ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കളെ കൂട്ടത്തിലുണ്ട്? എനിക്ക് ആവാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിലേക്ക്, ബെസ്റ്റ് വേർഷൻ ഓഫ് യു, മറ്റുള്ളവരോട് മത്സരിക്കാനല്ല, എനിക്കാവാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ കൂട്ടത്തിലുണ്ട്? അൽഹംദുലില്ലാ. 100% ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി എന്നിൽ ഒന്നും തിരുത്താല്ല, ഞാൻ ഇപ്പൊ 100% പെർഫെക്റ്റ് ആണ് എന്ന അഭിപ്രായക്കാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. പിന്നെ നമുക്ക് ക്ലാസിന്റെ ആവശ്യമില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് എനിക്ക് ഇപ്പൊ എന്റെ മാക്സിമത്തിലാണ് ഞാൻ, പക്ഷെ ഇന്നത്തെ അലി അക്ബർ ആകാൻ പാടില്ല നാളത്തെ അലി അക്ബർ. ഇന്നത്തെ സഹറയോ സുൽത്താനയോ മാജിദയോ ആകാൻ പാടില്ല നാളത്തെ മാജിദ. ഓരോ ദിവസവും നമുക്ക് സംഭവിക്കേണ്ട ഒരു ഗ്രോത്ത് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പോ എത്ര ആളുകൾ, നമ്മളെല്ലാവരും മൊബൈൽ ഫോണായിട്ടാണ് നടക്കുന്നത്. ഇപ്പം തൽക്കാലം മൊബൈൽ ഫോണൊക്കെ എല്ലാവരും സൈലന്റ് ആക്കി വെക്കണേ. ഇത് കഴിഞ്ഞത് വരെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്കോ ഒന്നും പോകരുത്. അത്യാവശ്യമുള്ള കോൾ വേണമെങ്കിൽ പുറത്തു പോയിട്ട് അറ്റൻഡ് ചെയ്യാം. എത്ര ആളുകൾ ഈ പരിപാടിക്ക് ഒരു നോട്ട്ബുക്കും ഒരു പേനയായിട്ട് വന്നിട്ടുണ്ട്? എന്തെങ്കിലും ലഭിക്കും. കാരണം എന്താ? 2 നിലക്കാവാം. ഒന്ന്, കാവന്നൂരത്തെ സഹോദരിമാരെ എനിക്ക് നല്ല മതിപ്പാണ്, നല്ല ബുദ്ധിയുള്ള, നല്ല കാലിബറിൽ ഏത് പറഞ്ഞാലും അപ്പടി ബ്രെയിനകത്ത് ഇങ്ങനെ എഴുതി വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്, കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ നമ്മൾക്കൊരു സെൽഫ് ഗ്രോത്ത് നമുക്ക്, ഞാൻ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കലുണ്ട്, അമേരിക്കയില് ഇന്നിപ്പോ മോസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഏതാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇസ്ലാമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തതിന് എമ്പാടും ഉദാഹരണങ്ങൾ. അമീന വദൂദിനെ പോലെ, പിന്നെ മാൽക്കം എക്സിനെ പോലെ, രാജാ കരോളിയെ പോലെ, മുഹമ്മദ് അസദിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നിരവധി ആളുകളുണ്ട്. ഇവരുടെ ഇസ്ലാം പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഒരു 5 വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു 4 വർഷക്കാലത്തേക്ക് ഇവരെ കുറിച്ചുള്ള ഒരു ചർച്ച എവിടെയും കാണൂല. ഈ 5 വർഷം അവർക്കുള്ള ജോലി എന്താ? ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മാറി നിന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് അതിമനോഹരമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടാണ് അവർ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ട് പുറത്തു വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? 5 വർഷം കൊണ്ട് ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഒരു ഗ്രന്ഥം ലഭിച്ച് ഒരു പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനം വിളിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഞാൻ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തോടെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അതിനുശേഷം അവര് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് അവരെ നാട്ടിൽ മാത്രമല്ല ലോകം മൊത്തം ക്ലാസ് എടുത്ത് നടക്കുകയാണ്. നമ്മള് കഴിഞ്ഞ കൊല്ലം ഈ ബെഞ്ചിമേ തന്നെ ഇരുന്നു, ഈ കൊല്ലം ആ ബെഞ്ചിമേ തന്നെ ഇരുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആ ബെഞ്ചിമേ തന്നെ ഇരിക്കും. എന്ത് ഗ്രോത്താണ് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് സംഭവിച്ചത്! എങ്ങനെയാണ് 5 കൊല്ലം മുൻപ് ഈ അമീന വദൂദിന് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല, അവരൊരു സീറോ ആണ് അല്ലെ? യാദൃശികമായിട്ട് അവരുടെ കയ്യിലേക്ക് ഒരു ഖുർആന്റെ കോപ്പി ലഭിക്കുന്നു, അവർ ഖുർആനിൽ ഏതോ ഒരു ഭാഗം പാരായണം ചെയ്യുന്നു, അവർ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്യുന്നു. അന്ന് മുതൽ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്നു. 5 വർഷം കഴിഞ്ഞ് അവർ മനോഹരമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ലോകാടിസ്ഥാനത്തിലുള്ള ഒരു നേതാവായി മാറുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവരതിനു വേണ്ടി അത്രയും കമ്മിറ്റ് ചെയ്തത് കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾക്കൊക്കെ പറ്റുന്ന സംഗതിയാണിത്. ചേഞ്ച്, മാറ്റം. ഒബാമയുടെ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം കാര്യമായി എടുത്തു പറഞ്ഞ ഒരു സെന്റൻസ് മാറ്റം എന്നുള്ളതാണ്. നമ്മൾ എന്താ സമയം നമ്മൾ ഇന്നലെ നിൽക്കുന്ന ഇന്ന് നിൽക്കുക, ഇന്നലെ ഇന്നിലേക്ക് ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴേ സംഭവിക്കുന്നത്. നമ്മൾ തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാം, എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും, എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാത്ത അവസ്ഥ നമ്മൾ സാധാരണ പറയല്ലോ. നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. മക്കളും ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടി 5 ആൾക്കാർ അല്ലെങ്കിൽ 6 ആൾക്കാർ ഡൽഹിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി, കോഴിക്കോട് ചെന്ന് ട്രെയിനിൽ കയറി നമ്മുടെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ സീറ്റ് കയ്യിൽ അവിടെ ഒരു സീറ്റ് ഇങ്ങനെ ബാക്കിയുണ്ട്, ഇതിൽ പാരാ വരിക എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് വലിയ വീഴ്ചക്കാരനായ ഒരാൾ വന്നിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് അവിടെ വന്നാണ്ട് ഇരുന്നു. അങ്ങനെ നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ പുതിയാപ്പള്ളിയും എല്ലാരും കൂടി നോക്കി. അപ്പൊ നമുക്ക് ഉള്ളിങ്ങനെ പേടി, ഇതെന്താ പഠിച്ചത് ഇയാൾ ഇങ്ങനെ. അത് അയാളോട് മക്കളോട് സംസാരിക്കാതെ നിങ്ങൾ എടുക്കാൻ പോകണം. അപ്പൊ നമ്മുടെ മക്കൾ പറഞ്ഞ ഡൽഹിക്ക് ഒരാഴ്ചത്തേക്ക് ടൂർ പോവുകയാണ്, വെക്കേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കൂട്ടത്തില് നമ്മൾ അയാളോട് ചോദിച്ച്, നിങ്ങൾ എടുക്കാൻ പോകണേ, നിങ്ങള് നിങ്ങൾക്കൊന്നും മുണ്ടാനറിയില്ലേ, നിങ്ങള് എടുക്കാൻ പോകണേ. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായി? അതോടുകൂടി അയാളുമായിട്ട് സംസാരിച്ചിരുന്ന നമ്മളെ മോള് വേഗം വന്നിട്ട് നമ്മളെ അടുത്ത് ഇരുന്ന്, ഉമ്മച്ചിയായാലും പറഞ്ഞു കേട്ടോ. എന്തേ കാരണം? എവിടേക്കാ പോകുന്നത് എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ മനസ്സിലൊരു ബേജാറ് വരാൻ തുടങ്ങി. ഇയാളിപ്പോ എവിടെ ഇറങ്ങും? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് നമ്മളെ ബോക്സ് അടിച്ചുകൊണ്ട് ഇയാൾ പോകുമോ? നമ്മളെ പണ്ടും പറിച്ചുകൊണ്ട് ഇയാൾ മുങ്ങോ? ഇയാൾ എവിടെയാ ഇറങ്ങാതെ എങ്ങനെയാണ് കൂടെ യാത്ര ചെയ്യുക? ഇയാളാണെങ്കിൽ നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതാണ് ലക്ഷ്യമില്ലാത്ത ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലൈഫിൽ എവിടെയാണ് എത്തേണ്ടത് എന്ന് തീരുമാനിച്ച സ്റ്റുഡൻസ് ഒരു 10-15 പേരിനകത്ത് കൈകൊടുക്കിയല്ലോ. എന്താണ് ലൈഫിൽ ആയി മാറേണ്ടത് എന്ന് തീരുമാനിച്ച സ്റ്റുഡൻസ് ഒക്കെ ഒന്ന് കൈകൊടുക്കി. എന്താണ് ജീവിതത്തിലായി മാറേണ്ടത് എന്ന് തീരുമാനിച്ച സ്റ്റുഡൻസ് കൈകൊടുക്കുക.
അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആരും തീരുമാനിച്ചിട്ടില്ല. ആണോ? നിങ്ങൾ രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. ഇയാളെന്താ ഡിഗ്രി ഏതാ? സുവോളജി. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ? ഫസ്റ്റ് ഇയർ. എവിടെയാ സ്ഥലം? മമ്പാട്. ഇയാളോ ഏതാ? ഇംഗ്ലീഷ്. എവിടെയാ? മുണ്ടംപറ. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടി തീരുമാനിച്ചില്ല? ഇയാൾ തീരുമാനിച്ചില്ല? ഇല്ല, തീരുമാനിച്ചിട്ടില്ലേ? തീരുമാനിച്ചോ? കൈ വെക്കാതെ മടിയല്ല. അന്ന് പറഞ്ഞാൽ മതി. എന്താ? PG ചെയ്യും. PG ചെയ്തിട്ട് PhD ചെയ്യും. PhD ചെയ്യും. എന്നിട്ട് എന്താണ് ലക്ഷ്യം? എന്താ? പ്രൊഫസർ ആവുക എന്നുള്ളതാണോ? ടീച്ചർ ആവുക എന്നുള്ളതാണോ? ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. എന്തിനാണ് ലക്ഷ്യത്തിൽ? അല്ല, ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ധൈര്യമായിട്ട് പറഞ്ഞു, അതിൽ പ്രശ്നമില്ല. നമ്മളെ ഉമ്മമാരും ഇരിക്കുന്നു. സ്പ്രെഡ് ചെയ്യേണ്ട തീരുമാനിച്ചു. ഓക്കെ. ഒരു അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണ്. അത് പറഞ്ഞു. ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഇയാളുടെ ഗോൾ എന്താടാ? മൂന്നാളെ മുന്നിൽ കാണുന്നുണ്ട് സ്റ്റുഡൻസ്. അവിടെ ഇരുന്ന് പറഞ്ഞു. എന്താ? എഞ്ചിനീയർ. ഓക്കെ. ഇയാളോ ഏതിനൊപ്പം പഠിക്കുന്നത്? 9. എന്താണ് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ 2 പേര് സ്റ്റുഡൻസ് ആണ്. ഇതിൽ എത്ര പേര് സ്റ്റുഡൻസ്? രണ്ടാമത്തെ ബെഞ്ചിൽ. എന്താ ഏതിനൊപ്പം പഠിക്കുന്നത്? എന്താണ് പേര്? ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്. ഓക്കെ. ഇപ്പൊ ഏതാ ചെയ്യുന്നത്? 4th ഇയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. എവിടെയാ? പുളിക്കല്. ഓക്കെ. ജാമ്യ സൽഫിൽ. 8ാം ക്ലാസ്. ഗോള് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ. മോള് സ്റ്റുഡന്റ് അല്ലേ? എന്താ? 10ാം ക്ലാസ്സിലാണ്. ഗോൾ എന്താ? തീരുമാനിച്ചിട്ടില്ല. ഓക്കെ. അപ്പോ ലക്ഷ്യം തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ, അത് സൈക്കോളജിയിൽ 2 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന്, ചില പഠനങ്ങൾ പറയുന്നത് നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയണം. പറയുമ്പോ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അവകാശമുണ്ട്. പറയുമ്പോ മറ്റുള്ളവരോട് പറഞ്ഞല്ലോ, ഇനി എനിക്കത് നേടിയെടുത്തേ തീരൂ എന്നൊരു ആവേശം അവനിൽ ഉണ്ടാകും ഒരു വർഷം. രണ്ടാമത്തേത്, ചില ഒരു കൺസെപ്റ്റ് അങ്ങനെയുണ്ട്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന നിലക്കോ അല്ലാത്ത നിലക്കോ ചിലരെന്ത് ചെയ്യുക, അത് സ്പ്രെഡിൽ നേടിയെടുത്തതിന് ശേഷം അതുവരെ അതൊരു സർപ്രൈസ് ആയിട്ട് അവർക്ക് അവിടെ നിൽക്കട്ടെ, ഞാൻ അതൊരു സമ്മാനമായി അവർക്ക് സമർപ്പിക്കും. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഒന്ന് ശരിയാണ്, എവിടുക്കാ പോണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരു സ്ഥലം വേണം. ഞങ്ങളുടെ നാട്ടിൽ ഒരു നായരെ പറ്റി പറയുന്നുണ്ട്. നായരോട് എവിടുക്കാ പോണ വെച്ചാ നായർ ഇങ്ങനെ ചുണ്ടും. എവിടുന്നാ വരുന്ന വെച്ചാൽ അങ്ങനെ ചുണ്ടും. എവിടുക്കാ പോണ വെച്ചാൽ അങ്ങനെ ചുണ്ടും. ബാക്കിൽ നിന്ന് ഇങ്ങനെ വരിക, മുന്നിക്ക് ഇങ്ങനെ പോവുക. അത് പോരാ. ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അല്ല ഞാൻ എവിടുക്കാ പോകേണ്ടതെന്നുള്ളത്. ചിലരങ്ങനെയാ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് ചോദിക്കും ഞാൻ എവിടുക്കാ പോകേണ്ടത്. ജംഗ്ഷനിൽ നിന്നിട്ട് നമ്മൾ നാട്ടുകാരോട് ചോദിക്കാം ഞാൻ എവിടുക്കാ പോകണം, എന്താ കിട്ടുക? തല്ല് കിട്ടും അല്ലേ? എന്നോട് ഇങ്ങോട്ടാ ചോദിക്കേണ്ടത്, ഇജ്ജല്ലേ തീരുമാനിക്കേണ്ടത്. ഈ തീരുമാനത്തിലാണ് രക്ഷിതാക്കളായ നമുക്ക് വലിയ റോളുള്ളത്. നോ യുവർ ചൈൽഡ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? തിട്ടപ്പെടുത്തുക, മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. ഫുഡ് കൊടുത്താൽ പോരാ, ഡ്രസ്സ് കൊടുത്താൽ പോരാ. ആ കുഞ്ഞ് എന്താണ് എന്നുള്ളത്, ആ കുഞ്ഞിന്റെ നിയോഗം എന്താണ് എന്നുള്ളത്, അള്ളാഹു അവളെ എന്തിനാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയാൻ ഒരു 5 ലെറ്റേഴ്സ് ഉണ്ട്. സ്മാർട്ട് എന്നാ പറയാ. കുറെ കുട്ടികൾക്കൊക്കെ അത് അറിയായിരിക്കും. സ്മാർട്ട് എന്ന് വെച്ചാൽ യെസ്. ഒന്നാമത്തേത് യെസ്, സ്പെസിഫിക് ആയിരിക്കണം. കൃത്യമായി എന്താണ് ആവേണ്ടത്. ചിലർ പറയും ടീച്ചർ ആവുക. ഇപ്പൊ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ 10ാം ക്ലാസ്സിലെത്തിയ കുട്ടി ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ പോരാ. ആ ടീച്ചർ ഏത് ലെവലിൽ, ഇപ്പോ SLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ചില രക്ഷിതാക്കൾ പറയും ഇവൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം, അങ്ങനത്തെ ഒരു സാധനം മതി. വേറെ ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടണമെന്നല്ല, മാക്സിമം എത്താവുന്നിടത്തേക്ക് എത്തുക. രണ്ട് ടൈപ്പാ. പെട്ടെന്നൊരു ജോലി കിട്ടണമെന്നാണെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ SLC കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സ് ഡിപ്ലോമ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, ജോലിയിൽ കയറാം. ഒരു 50,000 രൂപ 1 ലക്ഷം കൊടുത്താൽ ഒരു കോഴ്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലോ അല്ലെങ്കിൽ ലാബിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. അതൊരു വശം. അല്ലാത്ത നിലക്ക് ഇപ്പോ +2 കഴിഞ്ഞു, 4 വർഷമാണ് ഇപ്പൊ ഡിഗ്രി. +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് 4 വർഷത്തെ ഡിഗ്രി, അത് ഏതിനാണ് നമുക്ക് താല്പര്യം അതിലെടുക്കാം.
ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷത്തെ PG, ചിലപ്പോ ഈ 4 ആയതുകൊണ്ട് 1 വർഷത്തെ PG ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തെ BEd, പിന്നെ സെറ്റ്, നെറ്റ്, അത് കഴിഞ്ഞിട്ട് PhD, കോളേജിൽ ലെക്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് SLC കഴിഞ്ഞാൽ തന്നെ പിന്നെ 2ഉം 4ഉം 6, 6ഉം 4ഉം 10, 11, 12, 13, 12 വർഷം മിനിമം പഠിക്കണം. അപ്പോ ഏതൊക്കെ ഈ പറഞ്ഞ സെറ്റും നെറ്റും PhDയും BEdും ഡിഗ്രിയും PG ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കണം, അത്രയും പഠിപ്പിച്ചിട്ട് ജോലി മതിയോ? അതല്ല തൽക്കാലം ഏതെങ്കിലും ഒരു ജോലിയിൽ കയറിയിട്ട് പിന്നെ മക്കളെ പഠിപ്പിച്ചാൽ മതിയോ? ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. അല്ലാതെ ഒളിങ്ങനെ പോണ്ട് 2 കൊല്ലം അതിന് പോയി, അതിനൊരു 50,000 മുടക്കി, അങ്ങനെ കുറച്ചാണ് പോയപ്പോ നമുക്ക് തോന്നി ഇതിന്റെ വയ്യല്ല. അങ്ങനെ ഓൾ ആ വൈക്കം നിങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ 1.5 കൊല്ലത്തിൽ എങ്ങോട്ട് പോയി. എത്രയോ ഉദാഹരണങ്ങൾ നമ്മളെ കുടുംബത്തിലും നമ്മളെ നാട്ടിലും നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? ഏത് വഴിക്കാണ് പോവേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി ആലോചിക്കാത്തത് കൊണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അതിനാണ് ഞാൻ പറഞ്ഞത്, മുൻകൂട്ടിനെ കുറിച്ച് ധാരണ ഉണ്ടാകണം, സ്പെസിഫിക്, കൃത്യമായിരിക്കണം, മെഷറബിൾ. എത്ര കൊല്ലം കൊണ്ട് എനിക്ക് ആ ജോലി നേടാൻ പറ്റും, എനിക്കതിന് അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ, അളന്ന് കണക്കാക്കാൻ പറ്റണം. അങ്ങനെ പഠിക്കട്ടെ, എത്രയോടത്തേക്ക് എത്തും അവിടെ എത്തിയിട്ട് നോക്കാം. അത് പോരാ, കൃത്യം മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ. എനിക്ക് പറ്റുന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടി പൈലറ്റ് ആയപ്പോ എല്ലാവരും പൈലറ്റ് ആണ്. ഈ കുട്ടിക്ക് ഇപ്പൊ നമ്മള് പിന്നെ ഈ പറഞ്ഞ മറിയം, ജുമാന മറിയം അല്ലേ, അവൾക്ക് ഇപ്പൊ നിലവിൽ ഒരു 50 ലക്ഷത്തോളം രൂപ ചെലവായി. ആവറേജ് ഒരു പൈലറ്റ് ആണെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപ ചെലവാക്കണം മിനിമം. 1 കോടി എത്ര ആളുകൾക്ക് കൊടുക്കാൻ പറ്റും? എത്ര ആൾക്ക് ചെയ്യാൻ പറ്റും? എന്നാൽ തന്നെ ജോലി സാധ്യതയെ കുറിച്ച് ഇപ്പൊ പറയുന്നു 2025 ഇത്ര പോസ്റ്റ് വരാണെന്നൊക്കെ പറയുന്നു. ഇതുവരെ സാധ്യതകൾ വളരെ കുറഞ്ഞൊരു ഫീൽഡായിരുന്നു വിമാനം പറത്താന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണോ അത്? ഒരു ജുമാനമറിയം റെഡി ആയതുകൊണ്ട് ഇനി നമ്മുടെ മക്കളൊക്കെ പൈലറ്റ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ വിമാനത്തിൽ കയറാനും ആൾക്കാർ വേണ്ടേ? അപ്പോ അതോടൊപ്പം ഇത്രയും ക്യാഷ് കൊടുക്കാൻ പറ്റണം. ആ നിലക്ക് അത് അച്ചീവബിൾ ആവണം, റിയലിസ്റ്റിക് ആവണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആഗ്രഹിക്കാണ്, എനിക്ക് ലോകത്തിന്റെ നേതാവാവണം, അങ്ങനെ അമേരിക്കന്റെ പ്രസിഡന്റ് ആവണം. അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആരാവണം? ഞാൻ ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളാവണം, അവിടുത്തെ പാസ്പോർട്ട് വേണം, അവിടുത്തെ മെമ്പർ ആവണം. ഇവിടെ നിന്നിട്ട് ഞാൻ എത്ര ക്വാളിറ്റി എന്താവൂല അമേരിക്ക. അപ്പൊ അത് ആ നിലയ്ക്ക് എനിക്ക് റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ടർ ആയിരിക്കണം. എത്ര കൊല്ലം കൊണ്ട് എനിക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട്. ഇത് മക്കൾക്ക് മാത്രം പോരാ, നമുക്കും ഇതിനെ കുറിച്ചുള്ള ഒരു ആവറേജ് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്കൊരു ഗ്രോത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മക്കൾ ശ്രദ്ധിക്കേണ്ടതും. ഞാൻ പറഞ്ഞത്, നാളെ മുതൽ തന്നെ ഈ MGMന്റെ എല്ലാ ആൾക്കാരും പ്രഭാഷകരാവണം എന്ന് പറയാനല്ല ഞാൻ നിങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയത്. പക്ഷേ ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഇന്നലത്തെ ആമിന ആകാൻ പാടില്ല. ഇന്നത്തെ ആമിന, ഇന്നലത്തെ നസീബ് ആയാൽ പോരാ. ഇന്നത്തെ നസീബ എന്തെങ്കിലും ഒരു ചേഞ്ച് അള്ളാഹുവിൽ ഞാൻ ഇത്ര ഇന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മളെ കയ്യിലൊക്കെ ഒരു 50 റുപ്യ 100 റുപ്യ കൊടുത്താൽ ഒരു ഡയറി വാങ്ങാൻ കിട്ടൂലേ? എത്ര ക്ലാസ് നിങ്ങൾ കേൾക്കലുണ്ട്, എത്ര പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ബാഗില് ആ ഡയറിയും കൂടെ എടുത്തു വെച്ചിട്ട് കിട്ടുന്ന 2 3 പോയിന്റ് 3 4 ആയത്തിന്റെ നമ്പർ അതൊന്നും അവിടെ എഴുതി വെച്ചിട്ട് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് സൂറത്തുൽ ബഖറയിലെ, ആലിമ്രാനിലെ അല്ലെങ്കിൽ നിസായിലെ ഈ ആയത്തൊന്ന് നോട്ട് ചെയ്ത്, ഈ ആയത്താണല്ലോ ഇന്ന് നമ്മുടെ ക്ലാസ് എടുത്തപ്പോ മൗലവി ഓതിയത്. പഠിച്ചോലെ, ഇത് ഞാൻ എത്ര കാലമായിട്ട് ഓതുന്ന ആയത്താണ്. ഇനി ഒരു തവണ ഒരു ക്ലാസ്സിൽ ഈ ആയത്ത് കേൾക്കുമ്പോ അതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാവുന്ന ഒരു വളർച്ച ഇത്രയും കൊല്ലം ക്ലാസ് കേട്ടിട്ടും നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പണ്ട് നിന്ന് അതേ നിർത്തങ്ങനെ നിൽക്കാൻ. നമ്മൾ ഭയങ്കര സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കാക്ക പറഞ്ഞു, 50-ാമത്തെ വയസ്സിൽ എന്റെ ആരോഗ്യത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, 25-ാമത്തെ വയസ്സിൽ അതേ ആരോഗ്യം എപ്പോഴും എനിക്കുണ്ട്. ആ മക്കൾ വെച്ചാൽ എങ്ങനെ മനസ്സിലായില്ലേ? അത് 25 വയസ്സായപ്പോ നമ്മുടെ എന്റെ ഇറയപ്പുറത്തെ പാറല്ലേ, ആ വലിയ പാറ 25 വയസ്സായപ്പോ ഞാൻ എടുത്ത് പൊക്കി നോക്കി. ഇനി അന്നേ പൊങ്ങിയിട്ടില്ല, ഇന്നലെ ഞാൻ പൊക്കി നോക്കി, ഇന്നലെ പൊങ്ങിയിട്ടില്ല. അപ്പൊ അതേ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈ ധാരണയിൽ അങ്ങനെ നിൽക്കുകയാണ് നമ്മള്. എന്തെങ്കിലും ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണ്ടേ? അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ വലിയ വിപ്ലവം ഒന്നും ഉണ്ടാക്കണ്ട. ഇപ്പോ അദ്ദേഹം പറയുന്നത്, നേരെ പോവേണ്ട ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിന്റെ ദിശയിൽ 1 സെന്റിമീറ്റർ ചേഞ്ച്,
എന്ന് വെച്ചാൽ എത്ര ഉണ്ട് നമ്മൾ കാണുമോ? ഈ തിരി നമ്മൾ കാണും കൂടിയില്ല. ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചാൽ 2 മണിക്കൂർ പറന്നാൽ കാലിഫോർണിയയിൽ എത്തേണ്ടിയിരുന്ന വിമാനം കാനഡയിലെത്തും. എന്തേ സംഭവിച്ചത്? ഒരു മില്ലിമീറ്റർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ ചേഞ്ച്. ആ ചേഞ്ച് കൊണ്ട് ഒരു ഫ്ലൈറ്റിന്റെ ദിശയിൽ സംഭവിക്കുന്ന മാറ്റമാണ് ഒരു രാജ്യത്ത് നിന്ന് അത് 4 രാഷ്ട്രങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്നു എന്നുള്ളത്. എങ്കിൽ ഞാൻ പറയുന്നത്, ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക് ഒരാഴത്തിന്റെ അർത്ഥം, ഒരു സൂറത്തിന്റെ അർത്ഥം, ഇന്ന് ക്ലാസ്സിൽപ്പെട്ട ഒരു പോയിന്റ് അടുത്ത ക്ലാസ്സിൽ ഉസ്താദ് അത് ഓതുമ്പോ, മൗലവി അത് ഓതുമ്പോ അതെനിക്ക് മനസ്സിലായി എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ്, ഇത് ഞമ്മക്കൊക്കെ പറ്റൂലേ? ഇത് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറി ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതിനുള്ള ഒരു 3 പോയിന്റ്, ഇത് കഴിഞ്ഞ് സാദ് മൗലവി പറയുന്നതിനുള്ള ഒരു 5 പോയിന്റ് അത് എഴുതിയിരിക്കാൻ നമുക്ക് പ്രയാസമുണ്ടോ? അടുത്ത ക്ലാസ്സിന് ആ പോയിന്റ് മൗലവി പറയുമ്പോ അൽഹംദുലില്ലാ, ഇത് ഞാൻ അന്ന് പഠിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇതാണ് സ്വഹാബത്തിന്റെ വളർച്ച. സ്വഹാബത്തിന്റെ വളർച്ച പുരുഷന്മാരുടെ മാത്രമല്ല, സ്വഹാബി വനിതകളുടെയും വളർച്ച. അല്ലാഹു റസൂൽ പറയുന്നു, മദീനത്തെ ചില സഹോദരിമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ കാരണം എന്നറിയോ? അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് അവർ ഓരോ ദിവസവും എന്ത് ചെയ്യും? വളരും. അതാണ് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. വലിയ വിപ്ലവം നമുക്ക് ഉണ്ടാക്കേണ്ട, ചെറിയ രീതിയിൽ ചേഞ്ചിലൂടെ. ഇപ്പോ ഇതില് വർക്കിംഗ് വുമൺസ്, ഞാൻ കുട്ടികളും രക്ഷിതാക്കളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ പോകുന്നത്. കുട്ടികൾക്ക് മാത്രം പറഞ്ഞാൽ നിങ്ങള് അതന്നെ ചിലർക്ക് ഉറക്കം. എല്ലാവരും ഒന്ന് എണീറ്റ്. സോറി കേട്ടോ, കുറെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്ന് എണീറ്റ്, ക്ഷമിക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ്. അതൊക്കെ എണീക്കാൻ എനിക്ക് വെള്ളം കുടിക്കാനുള്ള ഒന്ന് പിന്നെ ഒരു 5 ആക്ക് ക്ഷമിക്കാണ്ട് കൊടുക്കുക. നിങ്ങൾ തമ്മിൽ കൊടുക്കുക. ഒരു 5 ആക്ക്, മിനിമം ഒരു 5 ആക്ക് കൈ കൊടുക്കുക. കൈ ഒരു 5 ആക്കെങ്കിലും കൊടുക്കുക. അങ്ങനെ പോയിട്ട് കൊടുത്തുകൂടി. 5 ആളെ കണ്ടിട്ട് കൊടുക്കേണ്ടിയിരുന്നാണോ? അഞ്ചാക്ക് കൊടുത്തോണ്ടിരുന്നാ മതിയെ. ഞാൻ ഇപ്പൊ ചോദിക്കും, ഉറപ്പുണ്ട് ചോദിക്കും. 5 ആൾക്ക് കൊടുത്ത് ഉറപ്പുണ്ടെങ്കിൽ ഇരുന്നാ മതി. മോളെത്ര കൊടുത്തു? അന്ന് കാണിച്ചു. 5 ആൾക്കാർക്ക് കാണിച്ചത് യെസ്, ഓക്കെ. അപ്പൊ ഇഞ്ഞ് ഉറങ്ങിയ ഇഞ്ഞും പണിഷ്മെന്റ് തരും. അടുത്തേൽ കൈ ക്ഷയിക്കാനല്ല, നുള്ളായിരുന്നു തരാം. നിങ്ങൾ തമ്മിൽ തന്നെ നുള്ള. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക, ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ ചോദിച്ചു, എത്ര ഒരു കൈവയ്ക്ക് ഈ വർക്കിംഗ് വുമൻസ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ജോലി ചെയ്യുന്നവരുടെ കൈവയ്ക്ക് ഒരു 5-8 പേരുണ്ട്. റിട്ടയർഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ വേറെ എന്തെങ്കിലും പിന്നെ ചെയ്യുന്നില്ല, ഇപ്പൊ ഫ്രീ ആണ്. ഓക്കെ. പിന്നെ എല്ലാവരും ഈ വർക്കിംഗ് വുമൻസിനെ ഞാൻ ചോദിച്ചത് ബാക്കിയുള്ളവർ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്കറിയാം ബാക്കിയുള്ളവർ അതിനേക്കാളും തിരക്കാന്നുള്ളത്. കാരണം എന്റെ പരിചയമുണ്ടല്ലോ ഒരാള്, ഞാന് എണീക്കുന്നതിന് മുമ്പ് എണീക്കുകയും ഞാൻ എന്റെ എല്ലാ ഏർപ്പാടും കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് എത്തിയാലും ജോലി തീരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരി എന്റെ വീട്ടിലുണ്ട്. എനിക്കറിയാം അവരുടെ ജോലി തിരക്കിന്റെ ഒരു സൈസും വലിപ്പമൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത്, വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഈ പരിപാടിക്ക് പോരാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. എത്ര മണിക്കൂറാ? 4 മണിക്കൂർ നിങ്ങൾ അറേഞ്ച് ചെയ്തു. ഇതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും പട്ടിണി കിടന്നോ? ഇതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും ഡ്രസ്സ് അലക്കാതിരുന്നിട്ടുണ്ടോ? ഇതുകൊണ്ട് വീട് അമ്പളം മറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഒക്കെ, ചിലപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാലും നാളെയാകുമ്പോഴേക്കും ആ സംഗതി എന്ത് ചെയ്യും? പിന്നെ പരിഹരിക്കപ്പെട്ട് പോകും, അല്ലെ? അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് വരുത്തിയിട്ടുള്ളൂ. അല്ല, അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാന്നിട്ടില്ലല്ലോ, ഇന്ന് ലഞ്ച് ഇല്ലാന്നിട്ടില്ലല്ലോ, കഴിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ 4 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴും വീട്ടിൽ വലിയ സംഭവങ്ങളൊന്നും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 4 വിടുക, 4 പോട്ടെ, ഒരു ദിവസം 2 മണിക്കൂർ
എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമില് ഹസ്ബൻഡിന്, മക്കൾക്ക്, ഉപ്പാക്ക്, ഉമ്മാക്ക് ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കൂലി ഒരുപാട് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് നിന്നോടത്ത് നിന്നാ പോരാ, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു വളർച്ച വേണം എന്ന് തീരുമാനിച്ചാൽ 2 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ടോ? തോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 24 മണിക്കൂർ അള്ളാഹ് ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത ഒരു സാധനമേ ഉള്ളൂ, അതാണ് സമയം. മോസ്റ്റ് പ്രീഷ്യസ് തിങ്, ഏറ്റവും വില കൂടിയത്. അതിനേക്കാൾ വിലയുള്ള ഒരു സാധനം ലോകത്ത് വേറല്ല. സമയം കൊടുത്താൽ പൈസ കിട്ടും, അല്ലേ? സമയം കൊടുത്താൽ പൈസ കിട്ടും. 5 മണിക്കൂർ ഞാനൊരു കമ്പനിക്ക് ജോലി ചെയ്തു കൊടുത്താൽ എനിക്കതിന് പൈസ കിട്ടും. എന്നാൽ പൈസ കൊടുത്താൽ എത്ര സമയം കിട്ടും? കിട്ടുമോ? ഇല്ല. അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കും ഇവിടെ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപോലെ ഉള്ള തന്നെ സാധനം ഒന്നേ ഉള്ളൂ, അതെന്താ? സമയമാണ്. പക്ഷെ വ്യത്യാസം എവിടെയാ നിങ്ങള്? ആ സമയത്തെ നമ്മൾ ഉപയോഗിച്ചത് പോലെയല്ല അവരുപയോഗിച്ചത്, അവൾ ഉപയോഗിച്ചത് പോലെയല്ല ഇവൾ ഉപയോഗിച്ചത്, ഇവൾ ഉപയോഗിച്ചത് പോലെയല്ല മറ്റവൾ ഉപയോഗിച്ചത്. ആ ഉപയോഗത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് അവരുടെ ലൈഫ് മാറി മാറി വന്നു. സത്യല്ലേ? അത്രേ ഉള്ളൂ. ഹാബിറ്റ്, ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ശീലത്തെ മാറ്റൂ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റൂ, ലൈഫിനെ മാറ്റൂ. ഇത് കുട്ടികൾക്കും ഉമ്മാർക്കും വല്യമാർക്കും താത്താർക്കും ഒക്കെ ഉള്ള ഉപദേശം. സമയം, വക്ത്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച അല്ലാഹു മനുഷ്യർക്ക് നൽകിയ 2 അനുഗ്രഹങ്ങൾ, അതിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഹ വൽ ഫറാ. എന്താ? ഒന്ന് ആരോഗ്യം, രണ്ടാമത്തേത് ഒഴിവ് സമയം. ഒഴിവ് സമയം എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല, ഇപ്പൊ തീരല്ല. കാരണം എന്താ? നമ്മൾ ഫുള്ള് തിരക്കാണ്. മൊബൈൽ കണ്ടുപിടിച്ചോടുകൂടി അയലോക്കാരായിട്ടുള്ള ബന്ധമൊക്കെ പോയി. നെറ്റ് വ്യാപകമായതോടുകൂടി സ്വന്തം പരക്കാരുമായിട്ടുള്ള ബന്ധം കൂടി പോയി. നീ എവിടെയാണ്? ഹസ്ബൻഡ് വൈഫിന് മെസ്സേജ് അയക്കാം, മൈ വൈഫിൽ നിന്നിട്ട് വാട്സപ്പിൽ ഞങ്ങളെ തൊട്ടിപ്പുറത്തന്നുണ്ട്. തപ്പിയൊക്കെ നിങ്ങൾ തിരിയണ്ടേ? ഇത് അതിലേറെ എളുപ്പല്ലേ? Where are you? I am here behind you. ഹസ്ബൻഡും വൈഫും വരെ ഇതിൽ കൂടിയാണ് ചാറ്റിങ്. ആ രീതിയിലേക്ക് അത്ര നമ്മൾ ബിസി ആയി പോയി. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടോ? നമ്മൾക്കൊന്നുകൂടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ? 2 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ, ഇതിലെല്ലാവരും നിൽക്കണം, ജീവിതത്തിൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. പഠിച്ചവനെ, ആ സ്വഭാവം എനിക്ക് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. നമ്മളെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഏതേതുമാണ് നമ്മുടെ പേഴ്സണൽ കാര്യം പറയുന്നു വേണ്ട, എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കുന്ന 3 കാര്യങ്ങൾ. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ചോദിച്ചാൽ നമുക്ക് ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മൊബൈൽ അഡിക്ഷൻ. ആർക്കുള്ള? കുട്ടികൾക്കുള്ളതല്ല. അതവിടെക്കട്ടെ, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മൾ അഡിക്ഷൻ ഒരു ടൈം നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വളരെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധനമാണിത്. എന്നാൽ വളരെ നെഗറ്റീവായി അപകടകരമായി ഇന്ന് കൈകാര്യം ചെയ്യപ്പെടുന്ന ഒന്നുമാണിത്. ഞാന് തിരൂരിൽ BRC വെട്ടം, ഒരു പക്ഷെ ചിലർക്കറിയാം, അവിടെയാണ് എൻ്റെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇന്റേൺഷിപ്പിന് 2 മാസം ഞാൻ പോയിരുന്നത്. ഡ്രഗ് അഡിക്ഷന്റെ വിപത്തുകൾക്ക് അറിയാലോ. MDMA, LSD പോലെയുള്ള മാരകമായ ഡ്രഗ്സിന് അടിപ്പെട്ട ബാംഗ്ലൂരും മുംബൈയിലുള്ള കുട്ടികളല്ല, അരീക്കോടും കാവനൂരും മഞ്ചേരിയും ചെങ്ങരിയും എളയൂരും ഇരുവേറ്റിയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ 40 ദിവസത്തെ കോഴ്സാണ്.
എന്നാൽ അതിനേക്കാൾ ഡേഞ്ചറാണ്, ഞാൻ ബോധപൂർവമാണ് പറയുന്നത്, അതിനേക്കാൾ ഡേഞ്ചറാണ് മൊബൈൽ അഡിക്ഷൻ. മൊബൈൽ അഡിക്റ്റഡ് ആയ കുട്ടിയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു 40 ദിവസത്തെ കോഴ്സ്, 30, ഇപ്പൊ 35,000 അതിന്റെ ഫീസ്. അതടച്ചാൽ ആചാരബാഹുക്കളായ ഘടാഘടിയന്മാരായ കുറച്ച് ആൾക്കാർ ഈ കൊടുക്കുന്ന ചങ്ങായിനെ പിടിച്ചാണ്ട് കൊണ്ടിട്ട് ഒരു ഇരുട്ടുമുറിക്ക് അങ്ങോട്ട് ഇട്ടും, ഒരു ഇഞ്ചക്ഷൻ, ഒരു സഡേഷൻ, അതാണ് കൊടുത്ത 4 ദിവസം അവിടെ കിടക്കും അനങ്ങാതെ. അവന് ഫുഡ് ഇങ്ങനെ പിന്നെ കൊയൽ വഴിയാ പിന്നെ കൊടുക്കുക. പിന്നെ 5-ാമത്തെ ദിവസം ബോധം വന്ന് അവനെ പതുക്കെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് 40 ദിവസം കൊണ്ട് അവൻ സാധാരണ ലൈഫിലേക്ക് വരാൻ പറ്റും. പിന്നെ വീണ്ടും ആ സാഹചര്യത്തിലേക്ക് തന്നെ പോയാൽ വീണ്ടും അവൻ ഡ്രഗ്സിന് അഡിക്റ്റഡ് മയക്കുമരുന്ന് അടിപ്പെട്ട കുട്ടികൾ രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞു. എന്നാൽ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ആരെ? മൊബൈൽ അടിപ്പെട്ട കുട്ടികളെ. കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടക്കും നമ്മളെ മൊബൈലിൽ നിൽക്കും നമ്മൾ ഒച്ചയിട്ടാൽ ആരായിരിക്കും പതി? എത്ര കിച്ചണിൽ തിരക്കിട്ട് പത്തിരി വരുത്തുന്നതിനിടക്ക് നമ്മൾ ഒന്നെടുത്തിട്ടൊന്ന് നോക്കൂ, വാട്സപ്പിൽ പുതിയത് എന്തെങ്കിലും വന്നോ, ഞാനിട്ട സ്റ്റാറ്റസ് മറ്റോട് കണ്ടോ, അതൊക്കെ നമുക്ക് അറിയേണ്ടത്. എത്ര ലൈക്ക് കിട്ടി, എത്ര ആളത് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ അങ്ങനെ. ഇൻസ്റ്റന്നൊക്കെ ഞാൻ സ്പീഡിൽ പറയുമ്പോൾ കുട്ടികൾ ക്ഷമിക്കണേ, ഇൻസ്റ്റ അങ്ങനെയൊക്കെ ആ മയത്തിൽ പറയണമെന്നാണ് പുതിയ റോള്. അപ്പോ അത്ര ഇഷ്ടമാണ് അവർക്കത്. ഞാൻ പറയുന്നത് ഈ സമയത്തെ നമുക്കൊന്ന് പോസിറ്റീവ്, നല്ല നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ നല്ല നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. 24 മണിക്കൂറിനല്ല, നമ്മൾ കിച്ചണിൽ തിരക്കുള്ള പണി ചെയ്യുന്നതിനിടക്കൊക്കെ അത് പോസിറ്റീവായി ഉപയോഗിക്കാനുള്ള സൗകര്യം വലിയൊരു നിയമത്താണ് ഇന്നത്തെ കാലത്തത്. ഓക്കെ, നമ്മൾക്കിപ്പോ ഏതെങ്കിലും നിലക്ക് പിന്നെ നമ്മളൊരു വെളിച്ചം പരിപാടിക്ക് വയനാട്ടിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ യാദൃശ്യമായി നമുക്ക് പോകാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് കേൾക്കാം, അൽഹംദുലില്ലാ, അതൊരു ഖൈറാണ്, വേണമെന്നുള്ളവർക്ക്. പക്ഷെ നമ്മളെ ടൈമിനെ നമ്മളിപ്പോ ഈ രീതിയിൽ 2 മണിക്കൂർ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞു. നിങ്ങളെ മനസ്സിൽ കുറെ ആളുകളുടെ മനസ്സിലുണ്ടാവും, ഞാൻ എന്താന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾ പേഴ്സണലി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പക്ഷെ അടുത്ത ചോദ്യം ഞാൻ ഇതാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒന്നുകൂടി നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടി എനിക്ക് ആ വിഷയത്തിൽ ഒന്ന് നന്നാവണം, ഈ വിഷയത്തിൽ ഒന്നുകൂടി എനിക്ക് ഉഷാറാകാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന 3 കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വിരോധമല്ലല്ലോ. എന്റെ ചോദ്യം മനസ്സിലായി. ഉദാഹരണത്തിന് അമാനി മൗലവിയുടെ തഫ്സീർ ഒന്ന് വായിച്ചു തീർക്കണം എന്നുള്ളത് ഒരുപാട് കാലം ആഗ്രഹിക്കുന്നു. ഇപ്പോഴും അലമാരി ഹൗസ് വാമിങ്ങിന് അന്നാണ് മാറ്റി വെച്ചതാ. 1-ാം വാലിൽ എടുത്ത് കുറെ കാലം മേശമേക്ക് വെച്ച് പിന്നെ ഉടുക്കനടി വെച്ച് വായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അമാനി മൗലവിയുടെ തഫ്സീർ ഒന്ന് വായിച്ചു തീർക്കാൻ, നമസ്കാരത്തിൽ ഒന്നുകൂടി ഒന്ന് ഖുശൂ കാണിക്കുക. ഏതും ഞാൻ ചില എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഒരു കാര്യം പറയാൻ മനസ്സിലേക്ക് വന്ന ആളുകൾ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് കൈവയ്ക്ക്, ഒന്ന് പറഞ്ഞോളൂ, ധൈര്യം പറയും. ഒന്ന് ബാങ്കിൽ കയറി അതൊന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം വരും.